ഞാൻ PPT എല്ലാ നോട്ട്സ് തന്നെ വെച്ചിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. PPT ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഹ്യൂമാനിസത്തിൽ വരുന്ന കുറേ ടേംസ്, അതായത് വാക്കുകൾ പഠിക്കുകയാണ് ചെയ്തത്. വാക്കുകളാണെങ്കിൽ കുറച്ച് കടുപ്പുള്ള വാക്കാണ്. അത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിന് കാണാം. രണ്ടാമത്തെ യൂണിറ്റ് അഹിംസയെ കുറിച്ച് പറയുന്നു. അഹിംസ എന്താണ്? നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള പരിചയമുള്ള ഒരു വാക്കാണ് അഹിംസ. അഹിംസ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരാൾ വരും, അല്ലേ? പാരിഷ, അഹിംസ കേട്ടിട്ടുണ്ടോ? ഗാന്ധിജി സർ. അതെ, ഗാന്ധിജിയെ നമ്മൾ നമുക്ക് അഹിംസ എന്നൊരു വാക്ക് ജസ്റ്റ് മൈക്കൊന്ന് ഓക്കെ. പിന്നെ ഇതിന് സോറി ഇതൊരു നെഗറ്റീവ് വാക്കാണ്. ഹിംസയുടെ നെഗറ്റീവാണ് അഹിംസ. അപ്പൊ എന്താണ് ഹിംസ? മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ജീവിക്കും ദ്രോഹം ചെയ്യാതിരിക്കുക. ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ ഒരാള് ബുദ്ധിമുട്ടിക്കലാണ്, വേദനിപ്പിക്കലാണ് ഹിംസ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അഹിംസ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഇംഗ്ലീഷിൽ ഇതിനെ നോൺ വയലൻസ് എന്ന് പറയും. നമ്മളിവിടെ പറയുന്നത് ഈ ഒരു വാക്ക് എവിടെ നിന്ന് വന്നു? നമ്മൾ നേരത്തെ ഹ്യൂമാനിസത്തിലെ കുറേ വാക്കുകൾ പഠിച്ചു. സ്നേഹം എന്താണ്, അനുകമ്പ എന്താണ്, അഗാപ്പ എന്താണ്, നിസ്വാർത്ഥമായ സേവനം, നിസ്വാർത്ഥമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് ഒക്കെ എന്താണ്, അത് ആര് എപ്പോൾ പറഞ്ഞുണ്ടാക്കി, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുറെ ടേംസ് പഠിച്ചിട്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഹിംസയാണ്. ഈ അഹിംസ എവിടുന്ന് വന്നു? ഹ്യൂമാനിസത്തിൽ പറയുന്ന അധിക കൺസെപ്റ്റുകളും മതത്തിൽ നിന്നുണ്ടായതാണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഇതും അങ്ങനെ തന്നെ, അഹിംസ. അപ്പൊ ഗാന്ധിജി അഹിംസ ഫോളോ ചെയ്യുന്നുണ്ട്. ഗാന്ധിജിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? എന്താണ് അഹിംസ എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഗാന്ധിജി ആരെയും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ഗാന്ധിജി വളരെ ശക്തമായ യുദ്ധം നടത്തിയിട്ടുണ്ട്. അത് ആരെയും വേദനിപ്പിച്ചോണ്ടല്ല. അപ്പൊ അത് ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എവിടുന്ന് വന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജൈനിസാണ്. ജൈന മതം, ഓരോ മതങ്ങൾക്കും ധാരാളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ പ്രത്യേകത, ഒരുവിധം എല്ലാ മതങ്ങളും തമ്മിൽ വളരെയധികം കോംപ്രമൈസ്ഡ് ആണ്, കണക്റ്റഡ് ആണ്. ഒരേപോലെയുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ മതത്തിലും കാണുന്നത്. അതാണ് ഒരു പ്രത്യേകത. എന്തായാലും ജൈന മതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം ധർമ്മ എന്ന് പറഞ്ഞിട്ട് 5 പ്രതിജ്ഞകളുണ്ട്. 5 പ്രതിജ്ഞകൾ. നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താലൊക്കെ ഒന്നുകൂടെ കിട്ടും. ആ 5 പ്രതിജ്ഞകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഹിംസയാണ്, വേദനിപ്പിക്കാതിരിക്കുക. നമ്മളൊരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ, മനുഷ്യനായി ജനിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പലരും പല പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞെങ്കിലും ജൈനമതത്തിൽ 5 പ്രിൻസിപ്പിൾസ്. അതിലൊന്ന് അഹിംസയാണ്, മറ്റൊരാളെ വേദനിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വേദനിപ്പിക്കണം? മറ്റൊരാളെ അടിക്കേ? നമ്മളൊരാളെ അടിക്കാനൊന്നും പോണില്ല എന്ന് നിങ്ങൾക്കറിയാം. ചുമ്മാ നമ്മളൊരാളെ അടിക്കാൻ പോകില്ല. പക്ഷെ നമ്മൾ പല സമയത്ത് നമ്മൾ ഹിംസിക്കുന്നുണ്ട്. അത് ഫിസിക്കലായിട്ടുള്ള അടിയോ മറ്റോ അല്ല. അതുകൊണ്ടാണ് അതിൻ്റെ വിശാലമായൊരു വീക്ഷണം പറയുന്നത്. ഞാൻ ഇത് നോട്ടായതുകൊണ്ട് ഇതിലിങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ആയിട്ടായിരിക്കും കാണുക കേട്ടോ. അപ്പോൾ
ജൈനമതത്തിൽ പറയുന്നത് ഇതാണ്, ഒരാളെ കയ്യോ കാലോ ഉപയോഗിച്ച് അടിക്കലല്ല, മനസ്സ്, വാക്ക്, അതിനൊപ്പം ശരീരം വരുന്നുണ്ട്, ഫിസിക്കലായിട്ടുള്ളതും വരുന്നുണ്ട്. അങ്ങനെയും ആരെയും വേദനിപ്പിക്കരുത്. അതെന്താ? വാക്ക് കൊണ്ട് നമ്മൾ ഒരാളെ അടിക്കും, കൈ കൊണ്ട് അടിക്കുന്നതിനേക്കാൾ ശക്തി ഉണ്ടാവും. മനസ്സുകൊണ്ടും നമ്മൾ ചെയ്യരുതെന്നാണ് പറയുന്നത്. അതാണ് അത് വിശാലമാണെന്ന് പറയുന്നത്. അപ്പോ നമുക്ക് മനസ്സുകൊണ്ട് ഒരാളെ ഹിംസിക്കാൻ സാധിക്കുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൈയോട്ട് നമുക്ക് അടിക്കാം, വടിയെടുത്ത് അടിക്കാം, വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ട് നമുക്കൊരാളെ കൊല്ലാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റിന്റെ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് വേണ്ടാത്ത വർത്താനം പറഞ്ഞു. റിട്ടയർമെന്റ് അല്ല, ട്രാൻസ്ഫർ ആണ്. അദ്ദേഹത്തിന് അടുത്ത വർഷം റിട്ടയർമെന്റ് ആണ്. അയാള് ഫാമിലിക്ക് അന്നത്തെ റിട്ടയർമെന്റിന് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനിലെ ഒരു സെന്റ് ഓഫ് ഫംഗ്ഷനിൽ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട ഒരാളാണ്. ആ ആളെ ഒരു സ്ത്രീ വന്നിട്ട് വേണ്ടാത്ത 2 വർത്താനം പറഞ്ഞു. അന്ന് രാത്രി വീട്ടിലെത്തേണ്ട മനുഷ്യൻ അന്ന് രാത്രി ഡെഡ് ബോഡി ആയിട്ടാണ് വീട്ടിലെത്തുന്നത്. സോ ഞാനത് പറഞ്ഞു തന്നത്, വാക്കുകൊണ്ട് നമുക്കൊരാളെ കൊല്ലാൻ പറ്റും. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ശരീരം കൊണ്ട് നമുക്ക് കൊല്ലാൻ പറ്റും, അത് ഓൾറെഡി നമുക്ക് അറിയാം. വാക്കുകൊണ്ട് കൊല്ലാൻ പറ്റും. മനസ്സുകൊണ്ട് നമുക്കൊരാളെ വേദനിപ്പിക്കാൻ, ഹിംസിക്കാൻ പറ്റുമോ? ഫാരിഷ, പറ്റുമോ? മനസ്സുകൊണ്ട് നമുക്കൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട് ചെയ്യും. നമ്മൾക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, മനസ്സുകൊണ്ട് നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഹ്യൂമനിസം പഠിക്കുന്ന വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഹോൾഡറായ പക്വതയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. അത് മനസ്സുകൊണ്ട് പോലും. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, അവനൊന്ന് നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാൽ അതങ്ങനെ സംഭവിക്കുമെന്നതാണ്. അതൊരു അന്ധവിശ്വാസം എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതിഭാസം ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊന്നും നമുക്ക് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പറയുന്നത്, ചില പാരൻസിനോട് പറയാറുണ്ട്, നമ്മൾ കുട്ടികളെ ശപിക്കാൻ പാടില്ല. ചില പാരൻസ്, ചില അമ്മമാരൊക്കെ കുട്ടികളോട് പറയും, ഇത് നശിച്ചെങ്കിൽ എന്ന്, നീ തൊലയും എന്നൊക്കെ പറഞ്ഞാൽ തൊലയെന്ന് ചെയ്യും. സോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ട് നമ്മൾ ആരെയും വെറുക്കരുത്, വെറുക്കാതിരിക്കുക. നമ്മൾ ഓൾറെഡി എല്ലാവരെയും സ്നേഹിക്കാം. എല്ലാവരും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹിക്കാൻ പറ്റാത്തവരെ നമ്മൾ സ്നേഹിക്കാതിരിക്കുക, അതിന് പകരം വെറുക്കരുത്. അത് എന്തിനാണ്? നമ്മുടെ കൂടെ ജീവിതം നന്നാവാൻ നല്ലതാണ്. മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക. എന്നാൽ പലരും പല അസുഖങ്ങളുമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പരസ്പരം ഫൈറ്റാണ്. ലോകം മുഴുവൻ ഫൈറ്റാണ്. അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയാണ്. ഈ ഫൈറ്റൊക്കെ വന്ന് ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള വഴക്കൊന്നല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വഴക്ക് വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് വഴക്ക് വരുന്നത് അങ്ങോട്ടും. സോ നമ്മൾ പറഞ്ഞു തന്നത് ഹിംസയാണ്. ഹിംസ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പരിപാടിയാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലാണ് നമ്മൾ ഹിംസ എന്ന് പറയാം. അഹിംസ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, മനുഷ്യൻ പാലിക്കേണ്ട ഒരു മര്യാദ, ഇത് വന്നത് ജൈനമതത്തിൽ നിന്നാണ്. ഒരാളെ ഹിംസിക്കല് ശരീരം കൊണ്ടല്ല, നമ്മൾ എന്തും കൂടെയാണ്. അത് മനസ്സുകൊണ്ട് പോലും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അഹിംസയുടെ പ്രത്യേകത. ഇതിന് എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം? നിങ്ങളൊക്കെ പല ആളുകളെയും, നമ്മളൊക്കെ പലരെയും വേണ്ടാത്ത വർത്താനം വേണ്ടാവും, ചീത്ത വേണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും പാടില്ല ശരിക്കും.
നമ്മൾ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വേണ്ടാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി കൂടി വരും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ മഹാത്മാഗാന്ധിയാണ്. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരാൻ അദ്ദേഹത്തിന് പറ്റി. വേറെ ആളും തെറി പറഞ്ഞിട്ടില്ല. എന്താ പറയാ, ആയുധം ഉപയോഗിച്ച് ആരെയും ശല്യം ചെയ്തിട്ടില്ല. എന്തായാലും ജൈന മതത്തിൽ പറയുന്ന ഈ അഹിംസ, അതിനെ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും അതിനെക്കുറിച്ച് അറിയണം. ഒന്ന്, സസ്യാഹാരം കഴിക്കുക എന്നുള്ളത്. അതിനെ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ചില വിഭാഗങ്ങള്, ചില മതവിഭാഗങ്ങള്, അതിൽ ചില ജാതികള് സസ്യാഹാരം മാത്രം കഴിക്കുന്നതുണ്ട്. അതിന് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് വെജിറ്റേറിയൻ മാത്രമാവണോ അതോ രണ്ടും കഴിക്കാൻ പറ്റൂ, അത് അനുവദനീയമാണോ എന്നുള്ള കാര്യം ചർച്ചാ വിഷയമാണ്. അതിൽ പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും അഹിംസ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി സസ്യാഹാരം കഴിക്കണം എന്നാണ് അതായത് ആ മതത്തിൽ പറയുന്നത്. അവരുടെ സൂക്ഷ്മത നോക്കുകയാണെങ്കിൽ ജൈനമതത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, അതിൽ സന്യാസിമാർ നടക്കുമ്പോൾ പ്രാണികളെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൂവാല ഉപയോഗിച്ചിട്ട് വഴി കൂടെ ഇങ്ങനെ വീശിയൊക്കെയാണ് നടന്നിരുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇത് ചില സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ആരെയും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരല്ല, ഭൂമിയിലുള്ള ഒരു ജീവിനെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. അതായത് ഒരു മരത്തിൽ നമുക്കൊക്കെ ഒരു ശീലമുണ്ടല്ലോ, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു മരം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇല എടുത്തിട്ട് നുള്ളുക, എന്നിട്ട് ചുമ്മാ വായിട്ട് കടിച്ചിട്ടോ മറ്റോ അത് നശിപ്പിച്ച് കളയുക. ഇതുപോലും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് മതഗ്രന്ഥങ്ങൾ പറയുന്നു. നിങ്ങൾ ആവശ്യമില്ലാതെ പ്രകൃതിയിലെ എന്തെങ്കിലും ഒരു ജീവിയെ നിങ്ങൾ തൊട്ടാൽ, അതിനെ മാറ്റം വരുത്തിയാൽ അതിന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അത്രയും സൂക്ഷ്മത അവർ കാണിച്ചിരുന്നു എന്നുള്ളതാണ്, ആ പണ്ഡിതന്മാർ കാണിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് മാതൃക കാണിച്ചു തന്നതായിരുന്നു. അതായത് ഏറ്റവും സൂക്ഷ്മമായ ജീവികളെ ഇപ്പൊ ഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതം പറയുന്നുണ്ട്. നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ആഞ്ഞ് ചവിട്ടി നടക്കല്ലേ, കാരണം ഭൂമിയിൽ ചില ജീവികളുണ്ട് എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരോട്, മുസ്ലിങ്ങളോട് മാത്രമല്ല കേട്ടോ, മനുഷ്യരോടാണ് കുറെ കാര്യങ്ങൾ. ഏത് മതമായാലും പലപ്പോഴും മതങ്ങൾ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ആ മതം ഫോളോ ചെയ്യുന്നതിനോടല്ല. അതുകൊണ്ട് ഖുർആനിലാണ് പറയുന്നത് എങ്കിൽ മനുഷ്യരെ അല്ലെങ്കിൽ ആദം സന്തതികളെ എന്നുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ മതക്കാരെ അല്ല ഉദ്ദേശിച്ചത് എന്നർത്ഥം. അപ്പൊ എല്ലാ മതത്തിലും ഇങ്ങനെ തന്നെയാണ്. എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് വിളിച്ചിട്ടാണ് പല കാര്യങ്ങളും ഉപദേശിച്ചിട്ടുള്ളത്. സോ ജൈനമതത്തിലെ പണ്ഡിതന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം. പിന്നെ ഇനി നമുക്ക് ബുദ്ധമതത്തിലേക്ക് വരുമ്പോൾ, ബുദ്ധമതത്തിൽ ജൈനമതത്തിൽ 5 പ്രിൻസിപ്പിൾ ഉണ്ട്. ആ 5 പ്രിൻസിപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അഹിംസയാണ്. സെയിം കാര്യം തന്നെയാണ് ബുദ്ധമതത്തിൽ വരുന്നത്. 5 പെർസെപ്റ്റ്സ് അവിടെ ഉണ്ട്. 5 പ്രധാനപ്പെട്ട കൽപ്പനകളുണ്ട്. അതിലും ഒന്നാമത്തത് അഹിംസ തന്നെ വരുന്നു. ആ മതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ മതകാര കൊണ്ടുവന്നത് അതൊന്നും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് അറിയില്ല, എങ്ങനെ വന്നു എന്നോ മറ്റൊന്നും. പല കാഴ്ചപ്പാടുകളും അതിലുണ്ട്. എന്തായാലും കുറെ പ്രിൻസിപ്പിൾസ്, എല്ലാ മതത്തിലും കുറെ പ്രിൻസിപ്പിൾസ് കാണാം. ഇപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ശരിക്കും ജൈനമതം, ബുദ്ധമതം, ഹിന്ദുമതം, മുസ്ലിം, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ. സോ 5 കൽപ്പനകളിൽ ബുദ്ധമതത്തിലും പറയുന്നത് അഹിംസയെ കുറിച്ച് തന്നെയാണ്. അതായത് ആളുകളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം
അവരോട് സ്നേഹവും ദയവും ഉണ്ടാവണം എന്നാണ്. ഇതിന് കരുണ എന്ന് പറയും, കാരുണ്യം, ലവിങ് ആൻഡ് കൈൻഡ്നെസ്. നമ്മൾ നേരത്തെ മുകളിൽ കുറെ വേർഡ്സ് പഠിക്കുന്ന സമയത്ത് റഹ്മ് എന്ന ഒരു വാക്ക്, 2 വാക്കാണ് അവിടെ അറബിക്കിൽ നിന്ന് വന്നത്. അതൊന്ന് ഇൻസാനിയത്തും മറ്റൊന്ന് റഹ്മ എന്നുള്ളതാണ്. റഹ്മത്ത്, റഹ്മ എന്ന് പറഞ്ഞ കാരുണ്യം തന്നെയാണ്. അപ്പോ ബുദ്ധമതത്തിലും ഈ കാരുണ്യത്തെക്കുറിച്ചും മൈത്രിയെക്കുറിച്ചും എല്ലാ ജീവികളോടും സ്നേഹം ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ മാത്രം, നമ്മുടെ ഫാമിലി മാത്രമല്ല, പുറത്തുള്ള ഫാമിലി, മനുഷ്യന്മാരെ മാത്രമല്ല, മനുഷ്യരല്ലാത്ത കുറെ ജീവികളുണ്ട്. അതിനെ നമ്മൾ സ്നേഹിക്കണം. അതിന്റെ ഉത്തരവാദിത്വം നമുക്കാ. നമ്മുടെ ഈ ഭൂമിയിലുള്ള കുറെ ജീവജാലങ്ങളുണ്ട്, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ മനുഷ്യനുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. സംരക്ഷിക്കാൻ, അതിനെ നശിപ്പിക്കാൻ പാടില്ല, ആവശ്യമില്ലാതെ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ ബുദ്ധമതത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളും ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ടു നിൽക്കണം. അപ്പൊ നമ്മുടെ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും, ശാരീരികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാരണം നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് ഇതേ സാധനം തന്നെയാണ് എവിടെയും പറഞ്ഞത്, ജൈന മതത്തിലും പറഞ്ഞത്. നമുക്ക് ഹിന്ദു മതത്തിലേക്ക് വന്നാലോ? ഹിന്ദു മതത്തില് യോഗസൂത്രമുണ്ട്. അതിലും ഇതേപോലെ കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ആ ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്, നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, വസുദൈവ കുടുംബകം എന്നുള്ളത്. അതായത് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവരും കുടുംബക്കാരാണെന്നാ. എല്ലാവരും കുടുംബക്കാരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലേണ്ട ആൾക്കാരല്ല എന്നർത്ഥം. സോ ബൈബിളിലും ഖുറാനിലും പറഞ്ഞതും അത് തന്നെയാണ്. ഞാനോ ശിരസ്, നിങ്ങളോ എൻ്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഓരോ അവയവങ്ങളാണ് ഈ മനുഷ്യന്മാരെന്നർത്ഥം. ഓക്കെ, ഐ റെസ്പെക്റ്റഡ് ദ ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ യാ ബനി ആദം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദം സന്തതികളെ എന്നാണ്. അത് ആ വിളി സ്നേഹത്തിന്റെ വിളിയാണ്. ഇടക്ക് മുസ്ലിങ്ങളെ വിളിക്കും, ഇടക്ക് മുഅ്മിനീങ്ങളെ എന്നൊക്കെ വിളിക്കും, അത് കുറവാ. അതിനേക്കാൾ കൂടുതൽ വിളി കാണാൻ പറ്റുന്നത് യാ അയ്യുഹന്നാസ് അല്ലെങ്കിൽ യാ ബനി ആദം എന്നാണ്. ഓ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യുന്നത്. അതിനാണ് പവർ കൂടുതൽ. മനുഷ്യരെ ഒന്നിച്ച് കാണാൻ നമ്മളെ കൊണ്ട് പറ്റണം. എല്ലാ മതങ്ങളും മനുഷ്യരെ ഒന്നിച്ചാണ് കണ്ടുള്ളത്. ഇപ്പോൾ വസുദൈവ കുടുംബകം എന്നുള്ളതും അത് തന്നെയാണ്. വളരെ നല്ല ഒരു ഇതാണ് അല്ലെ, ഒരു ശ്ലോകനാണ് നമുക്ക് വസുദൈവ കുടുംബകം. ലോകം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒരു ഫാമിലിയിൽ നിന്ന് ഉണ്ടായവരാണ് എന്നർത്ഥം. അപ്പോൾ വേദഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഈ എല്ലാ പറഞ്ഞ കാര്യങ്ങളിലും ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹിന്ദു ആയാലും ജൈന ആയാലും മുസ്ലിം ആയാലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് എല്ലാ മതങ്ങളും ഒരേപോലെ പറയുന്നു. ആ ഒരു സംഗതിയെ നമ്മൾ നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്നു. ഇനി ആ അഹിംസയുടെ പുതിയ വേർഷൻസ് നമുക്ക് നോക്കാം. ആധുനിക യുഗത്തിൽ ഈ പറഞ്ഞതൊക്കെ ജൈനമതം ബുദ്ധമതവും ഒക്കെ ആ ഒരു കാലഘട്ടങ്ങളിൽ അവരുടെ ആ സന്യാസിമാർ ജീവിച്ച രീതിയൊക്കെ നമ്മൾ പറഞ്ഞത്. നമ്മുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ന്യൂ ആയിട്ട് വന്ന കുറച്ച് ആൾക്കാരാണ്. അതിൽ പ്രധാനപ്പെട്ട ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനിയാണ് മഹാത്മാഗാന്ധി.
അഹിംസ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജൈന മതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ബുദ്ധമതം, ഇതൊക്കെ ഇന്ത്യയിലല്ല ഇതിൻ്റെ ഉത്ഭവം എന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. പല ആളുകളും ഇന്ത്യയിൽ വന്നിട്ട് അത്തരം ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠനം നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ആ പരിസര പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള ചില പ്രിൻസിപ്പിൾസിനെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു മഹാനായ വ്യക്തി മഹാത്മാഗാന്ധി തന്നെയാണ്. മഹാത്മാഗാന്ധി നമ്മൾ ഈ അടുത്ത കാലത്ത് ജീവിച്ച വ്യക്തിയാണെന്ന് നമുക്കറിയാം. അതിൽ 2 കാര്യങ്ങൾ ആണ് അതിൽ ചെയ്തത്. ഒന്ന് അഹിംസയും, 2 സത്യാഗ്രഹവും. സത്യാഗ്രഹം എന്നുള്ളത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹം, പട്ടിണി കിടക്കുക. യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു യുദ്ധവും അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടില്ല, അദ്ദേഹം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല. അഹിംസയിൽ ഊന്നിയ ഒരു സമരമുറ അദ്ദേഹം സ്വീകരിക്കാനുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ബോംബിട്ടില്ല? നമ്മളെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് ആയുധം കൊണ്ട് നമുക്ക് നേരിടാൻ അറിയാഞ്ഞിട്ടല്ല, അതിനുള്ള ജനങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. നമ്മൾ ഇന്ത്യക്കാർ ധാരാളം ജനസംഖ്യ ഉണ്ട്. പക്ഷെ ആയുധങ്ങൾ എടുത്ത് പോരാടുന്നതിന് ആയുധങ്ങൾ ഇപ്പോഴുള്ള നിലവിലുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ അല്ലേ? ഒരു വിഭാഗത്തിനെ മൊത്തം തകർക്കുന്ന ആയുധ പ്രയോഗങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും സമാധാനം വരുന്നില്ല. നേരെ മറിച്ച് അഹിംസ അതിൽ ഊന്നിയ സമരമുറകളൊക്കെ വിജയിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് പേടിച്ചത് കൊണ്ട് ചെയ്തതല്ല, അതേ പറ്റുള്ളൂ ആ ഒരു സമയത്ത് എന്ന് ഗാന്ധിജി മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതേ അത്രയും ശക്തി ഉണ്ടെന്ന് ഗാന്ധിജി പഠിച്ചു. ഗാന്ധിജി ധാരാളം വായിക്കുന്നതാണ്, എല്ലാ മതങ്ങളെ കുറിച്ചും വായിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. അപ്പോൾ അങ്ങനെയുള്ള പരന്ന വായനയിൽ നിന്ന് കിട്ടിയ ഒരു കൺസെപ്റ്റാണ് അഹിംസ. ഗാന്ധിജി തന്നെ ഗാന്ധിജിയുടെ ഈ ഒരു പ്രിൻസിപ്പിൾ കണ്ടിട്ട്, ഗാന്ധിജിയുടെ ജീവിതം കണ്ടിട്ട് പ്രചോദനമായ ധാരാളം പേരുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ് ആണ്. അപ്പോ എന്തായാലും അഹിംസ എന്ന വാക്കിനെ കുറിച്ച് മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും അതോടൊപ്പം ഗാന്ധിജി അഹിംസ ഫോളോ ചെയ്തതിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശദീകരിച്ച് എഴുതാനൊക്കെ പറ്റും. നിങ്ങൾക്ക് എക്സാമിന് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ വികസിപ്പിക്കാം. ദെൻ അഹിംസ പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു സംഗതിയാണ് സമത്വം. എല്ലാവരെയും ഒരേപോലെ കാണാൻ നമ്മളെ കൊണ്ട് പറ്റണം. പലപ്പോഴും നമ്മൾ പണത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകൾ നമ്മൾ തരംതിരിച്ച് കാണാറുണ്ട്. അങ്ങനെ തരംതിരിക്കാൻ പാടില്ല. എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം. അതാണ് വസുദൈവ കുടുംബകം. ലോകത്തുള്ള എല്ലാവരും ഒരേപോലെ തന്നെയാണ്. എല്ലാ മതങ്ങളും അതിനാണ് പറഞ്ഞുള്ളത്. ഇനി ആ ഒരു സമത്വത്തിന്റെ ഒരു അടിസ്ഥാനം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അടിസ്ഥാന ആശയങ്ങൾ. ഒന്ന്, എങ്ങനെയാണ് ഈ സമത്വം ഉണ്ടാവുക? എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം. എന്ത് കാര്യവും എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണം. തുല്യ അവസരങ്ങൾ ഉണ്ടാവണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും കിട്ടണം. തൊഴിലിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ജോലി കിട്ടണം. അങ്ങനെ എല്ലാവർക്കും എല്ലാം കിട്ടുന്ന രൂപത്തിൽ അതിനുവേണ്ടി നമ്മളും പരിശ്രമിക്കണം. അപ്പോൾ ചില മതങ്ങളിൽ തന്നെയുള്ള ചില താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ താഴ്ന്ന ക്ലാസ് ആൾക്കാർ, ക്ലാസ് മീൻസ് ഫിനാൻഷ്യൽ അടിസ്ഥാനത്തിലൊക്കെ ക്ലാസ് ആക്കിയിട്ട് തരംതിരിക്കാറുണ്ട്. ഇവരൊക്കെ പലപ്പോഴും നമ്മൾ മാറ്റി നിർത്താറുണ്ട്. എന്തിൽ നിന്ന്? അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കില്ല, അങ്ങനെ
അപ്പൊ തുല്യ അവസരങ്ങൾ കൊടുക്കണം. നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല, വിവേചനം അവിടെ കാണിക്കാൻ പാടില്ല. ഇനി എന്തിലൊക്കെയാണ് നമ്മൾ സമത്വം കൊടുക്കുക? നിയമപരമായിട്ടുള്ള സമത്വം കൊടുക്കണം. അതായത് ഒരു നിയമം വരുമ്പോൾ എല്ലാവരും ഒരേപോലെയാണ്. അതായത് ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഉന്നതനായാലും ശരി സെയിം കാഴ്ചപ്പാട്. ഇത് നമുക്ക് മതങ്ങളിലേക്ക് കാണാൻ സാധിക്കും. നിയമപരമായിട്ട് നിയമത്തിന്റെ മുന്നിൽ ഒരേപോലെ കാണണം. അതേപോലെ തന്നെ ഭരണഘടനയിലും നമ്മൾ ഒരേപോലെ കാണണം. ഭരണഘടന അനുവദിക്കുന്ന ചില നിയമങ്ങളുണ്ട്, അവിടെ നമ്മൾ തുല്യമായിട്ട് കാണണം. അപ്പോൾ നിയമപരമായ സമത്വം ഉണ്ടാകണം, രാഷ്ട്രീയ സമത്വം ഉണ്ടാകണം. രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാവരും ഒരേപോലെ കാണണം. അതിൽ നമുക്ക് വോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ദെൻ സാമ്പത്തിക സമത്വം ഉണ്ടാവണം. ഇത് ഇപ്പോ നിലവിൽ സാമ്പത്തിക അസമത്വം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഒരു സ്റ്റുഡൻറ്റിനെ ജോയിൻ ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തിക അസമത്വം ഉണ്ട് ശരിക്കും. ചില ആളുകൾ വലിയ പൈസക്കാരാണ്, ചില ആളുകൾ ദരിദ്രന്മാരായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മാറണം. അത് മാറ്റാൻ നമ്മളൊക്കെ ട്രൈ ചെയ്യണം. അതായത് കുറച്ച് ഫിനാൻഷ്യലി ഡൗൺ ആയ ആൾക്കാരെ കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെന്നല്ല, എല്ലാവരും അത് ശ്രമിക്കണം. ആരെങ്കിലും ഫിനാൻഷ്യലി കുറച്ച് ഡള്ളായാൽ അവരെ ഉയർത്താനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ സാമ്പത്തിക സമത്വം ഉണ്ടാക്കണം. ദെൻ സാമൂഹിക സമത്വം, അത് നമുക്ക് അറിയാം. നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഇവരെ താഴ്ന്ന ജാതിക്കാര്, വലിയ ജാതിക്കാര് എന്നൊക്കെ പറയുന്നത് തരംതിരിക്കാറുണ്ട്. അങ്ങനെ ഒരു തരംതിരിവ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി സമത്വവും തുല്യതയും, അത് ആ രണ്ട് വാക്ക് ഒന്ന് പരിചയപ്പെടാണ്. അതായത് അതിലെ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ടാകുന്നത് കുറച്ച് ലോജിക്കലി ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. സമത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം എല്ലാവർക്കും ഒരേപോലെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ തുല്യത സമത്വം പോലെ അല്ല, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുക എന്നുള്ളതാണ് തുല്യത എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും തുല്യത എന്ന് പറഞ്ഞാൽ സമത്വമാണെന്ന് വിചാരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരേ തരം ജോലി ചെയ്യുന്നവർക്ക് ഒരേ സാലറി കൊടുക്കൽ ഇക്വാലിറ്റിയാണ്. എന്നാൽ ഒരു ഫാമിലിയിൽ 10 കുട്ടികളുണ്ട്. ആ 10 കുട്ടികളെയും അയാൾക്ക് പരിപാലിക്കേണ്ടതുണ്ട് എങ്കിൽ അയാളെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം. കുറച്ച് കൂടുതലും സാലറി കൊടുക്കേണ്ടി വരും. ഒരു ഫാമിലിയിൽ 5 കുട്ടികളേ ഉള്ളൂ, ആ 5 എണ്ണത്തിന് നോക്കിയാൽ മതി എങ്കിൽ അയാൾക്ക് ആ രൂപത്തിൽ സാലറി കൊടുത്താൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു അർത്ഥം പറയാം. സമത്വവും തുല്യതയും ഇത് രണ്ടും ഒന്നല്ല, ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലും സമത്വം ഉണ്ട്. അത് ഭരണഘടനയിലെ ആമുഖത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് എല്ലാവരെയും ഒന്നിച്ച് കാണുക എന്നുള്ളത്. ഭരണഘടന ആയതുകൊണ്ട് അതിന് ആർട്ടിക്കിൾ നമ്പേഴ്സ് ഉണ്ടാകും. നിയമത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് അത് ആർട്ടിക്കിൾ 14, 15, 16, 17 ആർട്ടിക്കിൾസിൽ എങ്ങനെയൊക്കെയാണ് ഈ അസമത്വം ഒഴിവാക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർട്ടിക്കിൾസ് 7 അയിത്ത നിർമ്മാർജ്ജനമാണ്. അയിത്തം എന്താണെന്ന് നമുക്കറിയാലോ. ചില ആളുകളെ കാണാനോ തൊടാനോ അടുത്ത് ചെല്ലാനോ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചതാണ് അയിത്തം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അസമത്വത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഹ്യൂമാനിസത്തിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു സംഗതി ഹ്യൂമൻ സ്പീസീസ്. അതില് ജാതി ലക്ഷണവും ജാതി നിർണയവും. മനുഷ്യനൊരു ജീവിയാണ്. ഇവർ പിന്നെ എങ്ങനെയാണ് പല ജാതികളായി മാറിയത്?
അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കുമ്പോൾ ഭൂമിയിൽ കുറേ ജീവജാലങ്ങളുണ്ട്. അതിലെ ഒരു ജീവി തന്നെയാണ് നമ്മളും. പക്ഷെ മനുഷ്യവർഗത്തെ ഒരു ഹോമോസേപ്പിയൻസ് എന്നാണ് നമ്മുടെ ഒരു പൂർവികന്മാരെ പറയുക, അല്ലെങ്കിൽ ഈ ഒരു വർഗത്തെ പറയുക. മനുഷ്യന്മാരെ ഇങ്ങനത്തെ ഒരു മൊത്തം ജീവികളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ആ ഒരു പഠനത്തെ നമ്മൾ ടാക്സോണമി എന്നും പറയും. അതായത് ഭൂമിയിൽ കുറെ ജീവികളുണ്ട്, അതിൽപ്പെട്ടതല്ല നമ്മൾ വെറൈറ്റി ആണ്. നമ്മുടെ പൂർവികന്മാര് ഹോമോസേപ്പിയൻസ് ആണ്. സയൻസ് പറയുന്നുണ്ട് മനുഷ്യന്മാര് മറ്റു മൃഗങ്ങളിൽ നിന്ന്, വേറെ ഏതൊരു ജീവിയിൽ നിന്ന് നമ്മളിങ്ങനെ പരിണമിച്ചുണ്ടായതാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു ഹ്യൂമാനിസത്തിലും അങ്ങനെ ഒരു കൺസെപ്റ്റ് അപ്ലിക്കബിൾ അല്ല, വിശ്വസിക്കുന്നില്ല. അപ്പോൾ മനുഷ്യന് മറ്റു ജീവികളിൽ നിന്ന് ഒരു വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ഒന്ന് പാദചലനാണ്, അതായത് ബൈപ്പഡലിസാണ്. രണ്ട് കാലില് നിവർന്ന് നിൽക്കാനും മനുഷ്യന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നമ്മളൊരു വേറെ ഒരു ജീവിയായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകത, തലച്ചോറിന് കുറച്ച് വലിപ്പം കൊടുത്തിട്ടുണ്ട്. തലച്ചോറിന് വലിപ്പം എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളുടെ തലച്ചോറിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മുടെ തലച്ചോറിന്, മനുഷ്യൻ എന്ന ജീവിയുടെ തലച്ചോറിന് കുറച്ചും കൂടെ വലിപ്പം കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇന്റലിജൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലാംഗ്വേജിന്റെ ഒരു ശേഷി മനുഷ്യന്മാർക്ക് തന്നിട്ടുണ്ട്. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ശരീരത്തിലെ എല്ലാം പ്രധാനപ്പെട്ടതാണ്. കൈയിന് പ്രത്യേകതയുണ്ട്. മറ്റു മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തൊക്കെയോ ഒരു വ്യത്യാസം നമ്മുടെ കൈകൾക്കുണ്ട്. കുറച്ച് പരന്ന് വലിയ കൈകളൊക്കെ ആയിട്ട്, വലിയ വിരലുകളൊക്കെ ആയിട്ടുള്ള ഒരു സംഗതി. ദെൻ നമ്മുടെ സ്വഭാവം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം തന്നെ പല രൂപത്തിലും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സംസ്കാരവും നമ്മുടെ ഇതിൽ കാണാം. ഓരോ മൃഗങ്ങൾക്കും അവരുടേതായ കൾച്ചർ കാണാം, അവരുടെ ജീവിത രീതികളൊക്കെ കാണാം. അതിന് വിഭിന്നമായിട്ടുള്ള ഒരു ജീവിത രീതി മനുഷ്യന്മാർക്കുണ്ട്. മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന്മാർക്ക് ദീർഘമായ ബാല്യമുണ്ട്. അത് ഈ ഒരു ജീവിയുടെ പ്രത്യേകതയാണ്. ബയോളജിക്കലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ള ഏത് ജീവിക്കും കുട്ടിക്കാലം വളരെ കുറവാണ്. ജനിച്ചിട്ട് ഒരു 2-3 മാസത്തിന് ശേഷം ജോലിക്ക് പോകേണ്ട ജീവികളാണ്, അല്ലെങ്കിൽ സ്വന്തമായി ഭക്ഷണം കണ്ടെത്തേണ്ട ജീവികളാണ്. മനുഷ്യൻ അങ്ങനെയല്ല. ജനിച്ച് വർഷങ്ങളോളം പരിചരിച്ച് വലുതാക്കി കൊണ്ടുവരേണ്ട ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പൊ ഇതിലൂടെ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് മറ്റ് ജീവികളിൽ നിന്ന് എന്തോ വ്യത്യാസം ഈ മനുഷ്യ ജീവിക്കുണ്ടെന്നാണ്. അപ്പോൾ ബയോളജിക്കലി ആയിട്ടുള്ള പ്രത്യേകതകൾ പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറായിട്ടും സ്വഭാവമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇപ്പം മുഖത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, മറ്റു മൃഗങ്ങളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ. അപ്പൊ എന്തായാലും ജീവിവർഗങ്ങളെ മൊത്തത്തിൽ നോക്കുമ്പോൾ മനുഷ്യന് എന്തോ മാറ്റമുള്ളതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോ ഇനി എങ്ങനെയാണ് ഈ ജാതി ഉണ്ടായത്? ഹോമോസോപ്പിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് എങ്ങനെ മാറി? മനുഷ്യനെ ഇങ്ങനെ മാത്രം ഒരു സ്പെഷ്യൽ ജീവിയായിട്ട് മാറ്റിയത് എങ്ങനെ? അതിന്റെ പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ, മറ്റ് ജീവികളെ പോലെ അല്ല മനുഷ്യരുടെ ജീവിത രീതിയും അവരുടെ എന്താ പറയാ അവരുടെ പ്രത്യുൽപാദന രീതി, അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. മറ്റു മൃഗങ്ങളെ പോലെ ജീവികളെ പോലെ ഒന്നുമല്ല. ഒരു സ്പെഷ്യൽ രീതി ഈ ഒരു പ്രജനനത്തിലും മറ്റൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു വ്യത്യസ്ത വിഭാഗമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ വർഗപരമായ ഏകത്വം ഉണ്ട്. മനുഷ്യർ മറ്റു ജീവികളിൽ നിന്ന് വിഭിന്നമായി നിൽക്കുമ്പോഴും, അതായത് മൊത്തം ലോകത്തുള്ള ജീവികളൊക്കെ നോക്കുമ്പോൾ അത് പല കാറ്റഗറി ആയിട്ട് നിൽക്കുന്നുണ്ട്.
പലതും പല വിഭാഗമായിട്ട് നിൽക്കുന്നു. മനുഷ്യർ ഒന്നിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. ദെൻ മറ്റൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഫോസിലുകളുടെ പങ്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പരിണാമപരമായ നിർണയം, അപ്പോൾ ബയോളജിക്കലി കുറേ കാര്യങ്ങൾ മനുഷ്യൻ എന്ന വിഭാഗത്തെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി പരിഗണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. നമുക്ക് കുറച്ച് റോൾസ് ഉണ്ട്. ആ റോൾസിൽപ്പെട്ട ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് പരിസ്ഥിതിപരമായ എൻവയൺമെന്റൽ കൺസേൺസ്. അതിൽ ഗാന്ധിജിയുടെ പങ്കിനെ കുറിച്ചും ഗാന്ധിജിയുടെ കൺസെപ്റ്റിനെ കുറിച്ചും തോറോ എന്ന് പറയുന്ന ഒരു സ്കോളറിന്റെ തിയറിയെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. എൻവയൺമെന്റൽ കൺസേൺ, പരിസ്ഥിതിപരമായ ആശങ്കകൾ, ഇത് ആർക്കാണ് ഉണ്ടാവുക? ഈ ഭൂമി നശിക്കാൻ പോവാണ്, ഭൂമി സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ ആരാണ് ചിന്തിക്കുക? അങ്ങനെ ചിന്തിക്കാനുള്ള ശേഷി, ചിന്തിക്കാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയും കുറച്ച് കൺസേൺ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ശരിക്കുള്ള എൻവയൺമെന്റൽ കൺസേൺ? ഒന്ന്, കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പൊ നമുക്കറിയാലോ, കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം, പ്രകൃതിയിലുള്ള മാറ്റം, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. കാലാവസ്ഥയിൽ വ്യതിയാനമായ ഈ ഭൂമിയെ നശിപ്പിക്കുന്നതിലെ പ്രധാന പങ്ക് മനുഷ്യനാണ്, മറ്റുള്ളവർക്കില്ല. മൃഗങ്ങളൊന്നും ഭൂമിയെ നശിപ്പിക്കണില്ല, ഒരു ജീവിയും നശിപ്പിക്കണില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ബോധമുണ്ട്. എന്ത്? ഭൂമി നശിക്കാതിരിക്കാൻ. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ വിചാരിക്കും ഇപ്പോൾ മഴയും അതൊക്കെ മാറി വരുന്നു, ചൂട് കൂടി വരുന്നു, ഇതൊക്കെ ഇങ്ങനെ ദൈവം ദൈവം ചെയ്യുന്നതാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, നമ്മളാണ് ഇതിന്റെ കാരണം. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ വെറുതെ ഉണ്ടാവുന്നതല്ല. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കൂടുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആൾക്കാർ നമ്മൾ തന്നെയാണ്. അത് ശ്രദ്ധിക്കുക. ജൈവ വൈവിധ്യ നഷ്ടമുണ്ട്. മനുഷ്യൻ എന്ന ജാതി, മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ജീവി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ബയോഡൈവേഴ്സിറ്റി. ഇവിടെ ഒരുപാട് ജീവികളുണ്ട്, അത് നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ മുമ്പ് കണ്ട പല ജീവികളും ഇപ്പൊ ഇല്ല. ജീവികൾ എന്ന് പറഞ്ഞാൽ അതിൽ ചെടികളുണ്ട്, പുല്ലുണ്ട്, പ്രാണികളുണ്ട്, ഇതൊന്നും പലതും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷികൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുണ്ട്, അതൊരു കൺസേൺ ആണ്, മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. ദെൻ മലിനീകരണം മറ്റൊരു കൺസേൺ ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആര് ശ്രദ്ധിക്കേണ്ട? മൃഗങ്ങളോ ജീവികളോ അല്ല, മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ വിഭവ ചൂഷണം നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ പരിപാടിയാണ്. അത് നമുക്ക് ഈ വിഭവങ്ങൾ, ഭൂമിയിലെ വിഭവങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എടുത്താൽ വീണ്ടും ഉണ്ടാകുന്നത്, മറ്റൊന്ന് എടുത്താൽ ഇല്ലാണ്ടാവുന്നത്, പിന്നെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റാത്തത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ പെട്രോളിയം, കൽക്കരിയൊക്കെ. ഭൂമിയിൽ നമുക്ക് പെട്രോൾ കിട്ടും. ആ എടുത്ത പെട്രോൾ നമ്മൾ വാതകമാക്കിയിട്ട് കളയാണ്, വണ്ടി ഓടിച്ചിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോവുകയാണ്. ആ പെട്രോൾ പിന്നെ ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് ഭൂമിയിൽ നിന്നൊരു തടി വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? വിത്ത് പാകി മുളപ്പിച്ചെടുക്കാം. പെട്രോൾ നമുക്ക് വിത്ത് പാകി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്ത സാധനം ചെലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ കൂടുതൽ എടുക്കാൻ പാടില്ല. ഇപ്പൊ പെട്രോൾ എടുക്കുന്നത് കുറേയൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് വാഹനങ്ങളൊക്കെ വന്നത്. ഇലക്ട്രോണിക് വാഹനങ്ങൾ നമ്മൾ ആയതാണ്. പെട്രോൾ ഭൂമിയിൽ നിന്ന് എത്രത്തോളം എടുക്കുന്നോ അതനുസരിച്ച് ഭൂമിയുടെ സ്വഭാവത്തിന് മാറ്റം വരും. അപ്പോൾ മനുഷ്യൻ എന്ന നിലക്ക് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വിഭവ ചൂഷണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വനങ്ങൾ നശിച്ചു പോവുക, കാട് ഇല്ലാണ്ടായാൽ അതും നമ്മളെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. മനുഷ്യരല്ല എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പൊ അതിൽ ഉത്തരവാദിത്വം എടുക്കേണ്ടത് മനുഷ്യരാണ്.
അപ്പൊ ഇത്തരത്തിലുള്ള കൺസേണിനെ കുറിച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണ് തോറോ എന്ന് പറയുന്നത്. 1817 ജനിച്ച 62 മരിച്ചത്. അദ്ദേഹത്തിന്റെ കുറച്ചു എന്താ പറയാ, കുറച്ച് തിയറികളുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം എഴുതിയൊരു പ്രധാനപ്പെട്ട ബുക്കുണ്ട്, വാൾഡൻ എന്ന് പറയുന്ന 1854 എഴുതിയൊരു ബുക്ക്. അദ്ദേഹം മസാച്യുസെറ്റ്സ് വാൾഡൻ പോണ്ട് എന്ന തീരത്ത് ഒറ്റയ്ക്ക് ജീവിച്ചതിനെ കുറിച്ചുള്ള കുറച്ച് അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്കാണ് അത്. പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി അതിൽ വരച്ച് കാണിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അതായത് എങ്ങനെ നമ്മൾ പ്രകൃതിയിൽ ജീവിക്കണം. നമ്മൾക്ക് മനുഷ്യന്മാർക്ക് പലപ്പോഴും ആക്രാന്താണ്, ഒന്നും കിട്ടിയാൽ തികയുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്, പ്രകൃതിനെയും മറ്റെല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ലളിതമായിട്ടും ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ അഹങ്കാരം കാണിക്കുകയോ അല്ലെങ്കിൽ ആർഭാടമായിട്ട് ഒരു സാധനത്തെ ഉപയോഗിക്കുകയോ പാടില്ല. നമ്മൾ വെള്ളം പോലും എന്താ പറയാ, സുലഭമായി കിട്ടുന്ന വെള്ളം സ്ഥലത്ത് പോലും വെള്ളം നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുക. എത്രമാത്രം കുറക്കാൻ പറ്റും അത്രയും കുറക്കണം എന്നാണ്. മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വിഭിന്നമായിട്ട് വേറെ ഒരു ബന്ധം ഇല്ല. പ്രകൃതിയാണ് മനുഷ്യൻ, പ്രകൃതി പോയ മനുഷ്യനില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മനുഷ്യൻ വരണം. അതും ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റാണ്. ഇനി മഹാത്മാഗാന്ധി പ്രകൃതിയെ കുറിച്ച് എന്താ പറഞ്ഞത്? പ്രധാനമായിട്ട് വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ്? ലോകത്തിലെ എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെയും അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായതില്ല. ആ വാക്കിന്റെ അർത്ഥം, എല്ലാവർക്കുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ അത് പലരും ഉപയോഗിച്ച് തീർക്കാണെന്ന് അർത്ഥം. അമിതമായി ഉപയോഗിക്കുകയാണ്. അത് ഈ ഭൂമിയെ നശിപ്പിക്കും എന്നതാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഗാന്ധിജിയുടെ രീതിയിൽ കുറച്ച് തത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അപരിഗ്രഹമാണ്. ഇത് മതപരമായ ഒരു കൺസെപ്റ്റ് കൂടിയാണ്. മറ്റുള്ള സാധനങ്ങൾ അപകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സംഭരിച്ചു വെക്കുക, എല്ലാം കൂടെ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞെടുത്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല. ഇത് ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. അപരിഗ്രഹം ഉണ്ടാവാൻ പാടില്ല. ദെൻ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാവണം. അതായത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അതിന് മറ്റു രാജ്യങ്ങളോ മറ്റൊന്നും നമ്മൾ പോകാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ സമീപിക്കാൻ പാടില്ല. ഗാന്ധിജി പലപ്പോഴും ഗ്രാമങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഇന്ത്യ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു എന്ന് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രാമസ്വരാജൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ പ്രകൃതി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ കൺസേൺ അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ തത്വങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാതെ കുറെ ഉപയോഗിക്കാൻ പാടില്ല. പ്രകൃതി വിഭവങ്ങള്, പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളെ യൂസ് ചെയ്യണം. ഗ്രാമങ്ങളെ വികസിപ്പിക്കണം എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ലാസ്റ്റ് പോർഷൻ ഡീപ്പ് ഇക്കോളജിയാണ്. ഇത് വേറൊരു ചിന്തകന്റെ കുറച്ചു ആശയങ്ങളാണ്. അല്ല, വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡീപ്പ് ഇക്കോളജിയിൽ. 1970 നോർവീജിയൻ ചിന്തകനായ ആർനെ നൈസ് ആണ് ഈ ഒരു സിദ്ധാന്തം ആശയം കൊണ്ടുവന്നത്. അതായത് മറ്റ് ജീവികളിൽ നിന്ന് നമ്മൾ വിഭിന്നമാണെന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മറ്റ് ജീവികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനാണ് എന്നാണ് ആ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഭൂമിയിൽ മനുഷ്യന്മാര് വരുന്നതിന് മുമ്പ് കുറെ ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതിൻ്റെ കാവൽക്കാരായിട്ടാണ്. ഭൂമിയിൽ എന്തൊക്കെ ഇവിടെ നിലവിലുണ്ടോ അതിനൊക്കെ
സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് മനുഷ്യരെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചതെന്ന് അറിയാം. അപ്പോൾ ഭൂമിയിലുള്ള ഒന്നിനെയും മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഭൂമിയെ ഫ്ലറിഷ് ആക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ലക്ഷ്യം. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ, അപ്പോൾ കുറെ പച്ചപ്പ് നമുക്ക് കാണാൻ, കുറെ മരങ്ങൾ കാണുകയാണെങ്കിൽ അത് വെട്ടി നശിപ്പിച്ചുകൊണ്ട് ഇല്ലാണ്ടാക്കി നമ്മൾ പോവുകയല്ല ചെയ്യേണ്ടത്. ആ ഉള്ളതിനൊന്നും കൂടെ ഫ്ലറിഷ് ആക്കുക, അതായത് 2 തൈ കണ്ട അതിനെ 3ാമതൊരു തൈ കൂടെ അവിടെ കൊണ്ടുപോയി വെക്കാനുള്ള ഒരു മനസ്സാണ് മനുഷ്യൻ എന്ന ജീവിക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്രയും വാക്കുകളാണ് ഈ 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നന്നായിട്ട് നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് നൈറ്റ്.